Good afternoon, all. Good afternoon, Miss. Okay, the class is starting. The class is levels of laboratories are small size, medium size, large, and very large. Small size, we have 100 patients 1 day. Medium patients. Then large size 1000 patients. Then very large more than 1000. Then multiple locations, different branches. Then we will start taking the equipments. Laboratory equipments. Laboratory equipments. Each laboratory should arrange a list of equipment needed for functioning of the laboratory depending on the kind of test performed. Equipment consists of hardware and software, instruments, measuring systems, and laboratory information system. Equipments in the lab different equipments equipments laboratory blood test equipments needle okay, microscope then equipments syringe. Oh, needle syringe then blood storage glass rod in the machines not this okay. About the machines okay. Test tube okay. Then each laboratory should arrange it. Laboratory 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 പ്രവർത്തനത്തിന് അനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ ഒരു ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം അല്ലേ ഏതൊക്കെ ഉപകരണങ്ങളാണ് അവിടെ ആവശ്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കാം equipment consist of equipments കൺസിസ്റ്റ് ചെയ്യുന്നത് ഹാർഡ്വെയർ ആയിട്ടുള്ള equipments ഉണ്ട് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് then measuring systems ഉണ്ട് ഇത്രയും അതുപോലെ തന്നെ laboratory information system ഒരു computerized system ഉണ്ടാവുമല്ലോ അവിടെ laboratory കാര്യങ്ങളൊക്കെ അവിടുത്തെ registrations കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യും അപ്പൊ ഇത്തരത്തിലുള്ളതാണ് laboratory equipments എന്ന് വിളിക്കുന്നത് laboratoryയുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് അവിടെ ഒത്തിരി ഉപകരണങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടെന്ന് അതിനകത്ത് ഹാർഡ്വെയർ ഉണ്ടാവാം സോഫ്റ്റ്വെയർ ഉണ്ടാവും laboratory information system ഉണ്ടാവും then the following should be made sure എന്തൊക്കെയാണ് നമ്മൾ ഈ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഫസ്റ്റ് പോയിന്റ് equipment should be chosen to meet requirements of the laboratory with regard to design and capacity ലബോറട്ടറിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും അതിനുവേണ്ടി കപ്പാസിറ്റി ഉള്ളതുമായിട്ടുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കണം നമുക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ മാത്രം പോരെ ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ ലബോറട്ടറിയിൽ വേണ്ടാലോ സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ചൂസ് ചെയ്യുക തിരഞ്ഞെടുക്കുക second one all equipment should be qualified before it is taken for clinical use നമ്മൾ ആ ഉപകരണങ്ങൾ നമ്മൾ ചികിത്സയ്ക്കുപരമായിട്ട് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അത് ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ബാറ്ററി ഒക്കെ ഉള്ള മെഷീൻസ് ഒക്കെ ആണെങ്കിലേ അത് ബാറ്ററി ഉണ്ടോ അല്ലെങ്കിൽ ചാർജ് ഒക്കെ ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക മൂന്നാമത്തെ പോയിന്റ് all equipment should be in usable condition at all times എല്ലാ ടൈംസിലും അത് യൂസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇതുപോലെ തന്നെ ഫിക്സ് ചാർജ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കണ്ടീഷൻ ആണ് വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക then fourth point regular inspection cleaning and maintenance of equipment should be performed maintenance performed as per the recommendation of the manufacturer or more required
Example with overuse or again of equipment. ഇപ്പോ ഏതെങ്കിലും ഉപകരണങ്ങൾ ഓവർ യൂസ് ആണെങ്കിൽ അല്ലെ, ഇപ്പൊ കൂടുതൽ ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും തകരാറൊക്കെ വരികയാണെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള പരിശോധന നടത്തുക, ക്ലീനിങ് ഒക്കെ ചെയ്യുക. പൊടിയും മറ്റൊക്കെ ഉണ്ടെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഓവർ യൂസേജ് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുക. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറയാനായിട്ട് പറ്റുന്നത് നമ്മളുടെ മൊബൈൽ അല്ലെ. നമ്മൾ ഫോൺ ഓവർ യൂസ് ആണെങ്കിൽ അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും ഇല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ഫുൾ ടൈം ഫോണിൽ തന്നെയാണെങ്കിൽ ഫോൺ ഹാങ് ആവാൻ ചാൻസ് ഉണ്ട് ഇല്ലേ കേട്ടോ. പലരുടെയും ഹാങ് ആയിട്ട് ഉണ്ടാവാം അല്ലെ. നമ്മൾ ഓവർ യൂസ് ആവുമ്പോൾ ഫോണൊക്കെ ഹാങ് ആവും. അങ്ങനെ അല്ലെങ്കിൽ ബാറ്ററിയുടെ പ്രശ്നങ്ങളോ അങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം ഇല്ലേ. വരാറുണ്ട് അങ്ങനെ. സെയിം അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. എക്യുപ്മെന്റ്സുകൾ ചൂടാവുന്നതിന് പറഞ്ഞത് ബാറ്ററിയുടെ പ്രോബ്ലം ആയിരിക്കും അത് അല്ലെ. കൂടുതൽ വർക്കബിൾ ആവുമ്പോൾ സെയിം എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഓവർ ആയിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അതെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യുക, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഓവർ യൂസ് മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുക. Laboratories should maintain needful inspection for operation and maintenance of equipment in the form of SOP. A copy of the same should be made available near the equipment. അപ്പോൾ ഈ ലബോറട്ടറിയിലെ ഉപകരണങ്ങളും അതിന്റെ ഇൻസ്ട്രക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു SOP ഫോമിൽ തയ്യാറാക്കാൻ. SOP എന്ന് വെച്ചാൽ എന്താ? ഫുൾ ഫോം എഴുതിക്കോളൂ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. SOP, Standard Operating Procedure. എഴുതിയോ? Standard Operating Procedure. ഓക്കെ. അപ്പോ എന്താണ് SOP എന്ന് പറയുന്നത്? SOP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഘട്ടം ഘട്ടമായിട്ടുള്ള, അതായത് ഈ എക്യുപ്മെന്റ്സ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ എഴുതി വെക്കില്ലേ ഒരു ഫോമില്. ഇതിനാണ് SOP എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. A copy of the same should be made available near equipment. എക്യുപ്മെന്റിന്റെ സൈഡിൽ തന്നെ ഈ SOP-ല് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഓപ്പറേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് SOP ഫോമിൽ എഴുതി വെക്കാൻ. എക്സാമ്പിൾ പറയാം. നമ്മൾ ATM-ൽ പോയി ക്യാഷ് എടുക്കാനായിട്ട് നമ്മൾ ATM കൂടി പോകാറുണ്ടോ? പോയിട്ടുണ്ടായിരുന്നല്ലോ. ആരും പോയിട്ടില്ല. യെസ്, നമ്മൾ ആ ATM മെഷീന്റെ അവിടെ അരികിലായിട്ട് അല്ലെങ്കിൽ ആ ഭിത്തിയിൽ തന്നെ എങ്ങനെയാണ് ആ പ്രോസസ് ചെയ്യേണ്ടത് ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആദ്യം പിൻ നമ്പർ അടിക്കുക, അല്ലെങ്കിൽ പിൻ നമ്പർ ചേഞ്ച് ആക്കാനോ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ ആ ATM മെഷീൻസിന്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടാവും ഇല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ അത് വായിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ എന്തെങ്കിലും പിൻ നമ്പർ തിരുത്താനോ മറ്റുമുണ്ടെങ്കിൽ നമ്മൾ അത് നോക്കി ചെയ്യാറുണ്ട് ഇല്ലേ. സെയിം അതിനാണ് SOP എന്ന് പറയുന്നത്. അതായത് ഘട്ടം ഘട്ടമായിട്ട് അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഓപ്പറേഷൻസ് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ട് എഴുതുന്നതിനെയാണ് SOP ഫോമിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എഴുതിയത് നമ്മൾ എക്യുപ്മെന്റ്സിന്റെ സൈഡിൽ തന്നെ എന്ത് ചെയ്യാൻ വെക്കുക. ക്ലിയർ ആയോ? SOP ക്ലിയർ ആയോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ. Then നെക്സ്റ്റ് നോക്കാം. All equipment should undergo calibration and verification. Calibration എന്ന് വെച്ചാൽ എന്താ? അതിന്റെ കൃത്യത. എല്ലാ എക്യുപ്മെന്റ്സും നല്ല കാലിബ്രേഷൻ ഉണ്ടോ, കൃത്യത ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം, അത് വെരിഫിക്കേഷൻ ചെയ്യുക. Maintenance contracts including warranty cards, telephone numbers or personnel needs to be contacted in the event of equipment malfunction should be kept safely but within reach for the user. Okay, സെന്റൻസ് കുറച്ച് വളച്ചൊടിച്ച് തന്നിരിക്കുന്നേ കാര്യം സാരോടും സിമ്പിൾ ആണ്. അതായത് നമ്മളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിച്ചു, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു മിക്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മളൊരു എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒരു വാറന്റി കാർഡ് തരാറുണ്ട് ഇല്ലേ. ചെറിയൊരു ബുക്ക് പോലത്തെയോ ഒരു വാറന്റി കാർഡ്
കിട്ടാറുണ്ട്. നമ്മൾ അത് സൂക്ഷിച്ചു വെക്കും. അത് കളയാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആ വാറന്റി കാർഡിൽ അവരുടെ കോൺടാക്ട് ചെയ്യാൻ അവരുടെ നമ്പർ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇത്ര വർഷത്തെ വാറന്റി ഉണ്ടെങ്കിൽ അവര് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ കമ്പനിയിൽ നിന്ന് തന്നെ ആളുകൾ വന്നിട്ട് അത് നമുക്ക് ഫ്രീ സർവീസ് ആയിട്ട് ചെയ്തു തരാറുണ്ട്, ഇല്ലേ? അങ്ങനെയാണല്ലോ വാറന്റി കാർഡ് നമുക്ക് തരുന്നത്. സോ ഇവിടെയും പറയുന്നത് ഈ എക്യുപ്മെന്റ്സുകൾ വാങ്ങിക്കുമ്പോഴും നമുക്ക് വാറന്റി കാർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. സോ അതിലെ പേഴ്സണലിന്റെ നമ്പർ ഒക്കെ ഉണ്ടാകും. എക്യുപ്മെന്റ് മാൽ ഫംഗ്ഷനിങ് എന്ന് വെച്ചാൽ പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ, ശരിയായി എന്തെങ്കിലും പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ വാറന്റി കാർഡിൽ ആ പേഴ്സണെ വിളിച്ചിട്ട് എന്ത് ചെയ്യാം? മെയിൻ്റെനൻസിന്റെ മെയിൻ്റെനൻസ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. Then last one, user manual should be readily available for reference. അതുപോലെ തന്നെ യൂസർ മാനുവൽ ഷുഡ് ബി അവൈലബിൾ ആയിരിക്കണം. യൂസർ മാനുവല് ഇതുപോലെ തന്നെ ചെറിയൊരു ബുക്ക് പോലത്തെ സംഭവം, ബുക്ക് പോലെയൊക്കെ കിട്ടാറുണ്ട് നമുക്ക്, ഇല്ലേ? എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബുക്ക് പോലെ കിട്ടാറുണ്ട് ചില മെഷീൻസും സംഭവങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയൊരു ബുക്ക് പോലെ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അല്ലെ? അതിനാണ് യൂസർ മാനുവല്. അതും അതിന്റെ സൈഡിൽ സൂക്ഷിക്കണം. കാരണം എങ്ങനെയാണ് മെഷീൻ വർക്കബിൾ ആകുന്നതൊക്കെ നമുക്ക് നോക്കണമല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്യുപ്മെന്റ്സിൽ സൂക്ഷിക്കേണ്ടത്. മീൻസ് എങ്ങനെയൊക്കെയാണ് എക്യുപ്മെന്റ്സ് ചെയ്യേണ്ടത് നോക്കുന്നത്. വായിച്ച് നോക്കിക്കോളൂ. പോയിന്റ്സ് വായിക്കാം. മാൽ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് പ്രവർത്തിക്കാതിരിക്കുക നമുക്കൊരു മീനിങ് കേട്ടോ. മീൻസ് എന്തെങ്കിലും തകരാറോ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ. SOP ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ലബോറട്ടറിയിലെ പോളിസീസ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ, സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. എന്തൊക്കെയാണ് സാമ്പിൾ ലേബൽ ചെയ്യുമ്പോഴും ഡോക്യുമെന്റേഷൻസിലും വരുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നോക്കാം. സ്പെസിമെൻ ഷുഡ് ബി അറ്റാച്ച്ഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 unique identifiers, example, name, age, etc. എന്താ സ്പെസിമെൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പെസിമെൻ സാമ്പിള്, നമ്മൾ എടുക്കുന്ന സാമ്പിള്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡ് സാമ്പിള് അല്ലെങ്കിൽ യൂറിൻ, അങ്ങനെയൊക്കെ ഉള്ളതാണ് സ്പെസിമെൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സൈഡിലൊന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, ആവശ്യമുള്ളവരെ എഴുതിക്കോളൂ. സ്പെസിമെൻ മീൻസ് സാമ്പിൾ. അതിന്റെ മീതെയോ ബ്രാക്കറ്റിലൊന്ന് എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ സാമ്പിളിന്റെ കൂടെ 2 കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്, നെയിമും ഏജും. Then second one, specimen labeling using barcode is an option that may decrease errors. ഇനി നമുക്ക് വേണമെങ്കിൽ സാമ്പിളിന്റെ ഒപ്പം ബാർകോഡിങ്ങും കൂടി യൂസ് ചെയ്യാവുന്ന, കാരണം വേറെ തിരുത്തലുകളും എന്തെങ്കിലും പേരിലോ അല്ലെങ്കിൽ തിരുത്തലുകൾ വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈ ബാർകോഡ് യൂസ് ചെയ്താല് ആ ബാർകോഡ് വെച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി. Then label may include following details. ഇനി ഈ ലേബൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വെക്കേണ്ടത്? പേഷ്യൻസ് നെയിം, ഏജ് ആൻഡ് ജെൻഡർ. Then patient ID.
ടെസ്റ്റ് റിക്വസ്റ്റഡ് ഏതൊക്കെ ടെസ്റ്റ് ആണോ എഴുതിയിരിക്കുന്നത്. Then time and date of specimen collection. ടൈമും ഡേറ്റും സാമ്പിൾ കളക്ട് ചെയ്തിട്ടുള്ള ടൈമും ഡേറ്റും ഇത്രയും കാര്യങ്ങളാണ് സാമ്പിൾ ലേബലിംഗിൽ വരുന്നത്. സെക്കൻഡ് വൺ നോക്കാം, റിക്വസിഷൻ ഫോം ഓർ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. The requisition form should be finished by the doctor or health worker requesting the test and sent together with the specimen patient to the laboratory. അപ്പോൾ എന്ത് റിക്വസ്റ്റ് ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് നോക്കി കാണില്ല. നമ്മൾ ലാബിൽ ചെല്ലുമ്പോഴേ നമുക്കൊരു ചെറിയൊരു പേപ്പർ പോലത്തെ ഒരു സംഭവം അല്ലെ, അതിനകത്ത് ഒരു സൈഡിൽ ഇങ്ങനെ മീൻസ് ഒരു പട്ടിക പോലെ കോളം പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ടെസ്റ്റ് ചെയ്യാനുള്ള ഷീറ്റ്, ഓക്കെ, അപ്പോ ടെസ്റ്റുകളുടെ പേരുണ്ടാകും. അപ്പോ ഡോക്ടർ ടിക്ക് ചെയ്ത് തരും ഏതൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. സൈഡിൽ അവരുടെ ബോക്സിൽ ഇങ്ങനെ ടിക്ക് ചെയ്ത് തരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇനി പോകുമ്പോ എപ്പോഴെങ്കിലും ലാബിലൊക്കെ ടെസ്റ്റിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണേ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ WBC അല്ലെങ്കിൽ HP അങ്ങനെ ഏത് ടെസ്റ്റ് ആണോ ചെയ്യേണ്ടത് അതിന് നേരെ എന്ത് ചെയ്യും, ഡോക്ടർ ടിക്ക് ചെയ്ത് തന്നിട്ടുണ്ടാകും. അതിനെയാണ് റിക്വസിഷൻ ഫോം എന്ന് വിളിക്കുന്നത്. കണ്ടിട്ടുണ്ട് നമ്മള്, പക്ഷെ ഇതിന്റെ പേര് റിക്വസിഷൻ ഫോം ആണെന്നോ ഒന്നും നമുക്കറിയില്ല അല്ലെ. സത്യാവസ്ഥ അതാണ്, നമ്മള് സംഭവം കണ്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ല അല്ലെ. നമ്മളിപ്പോഴാണ് പഠിക്കുന്നത്. ആണോ? അപ്പോ അതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ റിക്വസിഷൻ ഫോം എന്ന് വിളിക്കുന്നത്. ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് അതിന്റെ നേരെ എന്ത് ചെയ്യും, നമ്മൾ ടിക്ക് ചെയ്ത് പോകാം. അപ്പൊ അത് ഡോക്ടറാണ് അതിന്റെ കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ട് തരുന്നത്. സോ ആ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം അതുപോലെ തന്നെ നമ്മളുടെ സാമ്പിളും കൂടിയാണ് ലബോറട്ടറിയിലേക്ക് അയക്കുന്നത്. The patient's identity, age, location, date, and time of specimen collection, investigation requested, and source of his sample. For example, cultural and histopathology should be also included. നമ്മള് എന്താണ് പേഷ്യൻസിന്റെ എടുക്കുന്നത്, പേഷ്യൻസിന്റെ ഐഡന്റിറ്റി, ഏജും ലൊക്കേഷനും ഡേറ്റ്, സ്പെസിമെൻ കൊടുത്ത ആ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു. അത് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗകാരണങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ റിക്വസിഷൻ ഫോം. എന്താണ് റിക്വസിഷൻ ഫോം എന്ന് ക്ലിയർ ആയോ എല്ലാവർക്കും? റിക്വസിഷൻ ഫോം എന്താണെന്ന് ക്ലിയർ ആയോ? അതായത് ടെസ്റ്റുകളുടെ പേരുണ്ടാവും, ഇപ്പുറത്ത് ഏതൊക്കെയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിൽ ഡോക്ടർ എന്ത് ചെയ്യും, ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് തരും. ഇപ്പോ എന്താണ് ഇപ്പൊ WBC ആണോ അല്ലെങ്കിൽ HB ആണോ, ഏതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, IG ടെസ്റ്റ് ഉണ്ടാവും, അങ്ങനെ ഏതൊക്കെ ടെസ്റ്റുകളാണെന്ന് സൈഡിൽ ഒന്ന് ടിക്ക് ചെയ്ത് തരും. ഓക്കെ, മൂന്നാമത് നോക്കുന്നത് സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസ്. നമ്മൾ സാമ്പിൾ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതും റിജക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. All specimens should be checked on receiving in the laboratory. For fitness for test, the check should include suitable container, quantity, volume. In case of blood urine sample, quality of sample. In the case of tissue samples, any leakage, etc. നമ്മള് സാമ്പിള് നമ്മൾ ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ കൊടുക്കുമ്പോ അവിടെ അത് സ്വീകരിക്കുന്നതിന് മുൻപ് അത് ചെക്ക് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. മെയിൻ ആയിട്ട് ഇപ്പൊ യൂറിനും ബ്ലഡ് ഒക്കെ കൊടുക്കുമ്പോഴേ നമ്മൾ കണ്ടെയ്നറിലാണല്ലോ അത് കൊടുക്കുന്നത്, അത് സ്യൂട്ടബിൾ കണ്ടെയ്നറിലാണോ, അതിന്റെ ക്വാണ്ടിറ്റി ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അതിന്റെ റിസൾട്ട്. സോ ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിലുണ്ടോ, ആ വോളിയത്തിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടോ, ചിലപ്പോ കണ്ടെയ്നറിൽ എടുത്ത് വരുമ്പോഴേക്കും അത് ലീക്ക് ആയിട്ട് പോയി കാണും അല്ലേ. സോ ലീക്കേജ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ടിഷ്യൂസിന്റെ ആണെങ്കിലും അതിന്റെ ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത് പറയുന്നത് നോക്കാം. Record should be kept for acceptance, rejection with the reason and action specified of all samples received in the laboratory as per criteria defined earlier. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തില് നമ്മൾ സാമ്പിൾ കൊടുത്തു ലാബില്, അപ്പൊ ചിലപ്പോ എന്താണ് അത് റിജക്ട് ചെയ്യാം, ചിലപ്പോ അതിനുള്ള റീസൺസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും നേരത്തെ മുൻകൂട്ടി വിശദീകരിച്ചു കൊടുക്കണം. കാരണം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുകയാണ്, ആ ബ്ലഡ് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ആ ടൈമിനുള്ളിൽ അത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് ലഭിക്കുള്ളൂ.
ഇപ്പൊ ബ്ലഡ് എടുത്ത് വെച്ചിട്ട് കൂടുതൽ സമയം ആവണമെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ക്ലോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ആ ക്ലോട്ട് ആയ ബ്ലഡ് വെച്ച് നമുക്ക് ഒരിക്കലും ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ കറക്റ്റ് ആയിട്ട് അങ്ങനെ അത്തരം കാരണങ്ങൾ കൊണ്ട് എന്ത് പറ്റാം? റിജക്ഷൻ ആയി പോയേക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മളിപ്പോ യൂറിൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് ആകുന്നതൊക്കെ ദെൻ യൂറിനൊക്കെ ഇപ്പൊ നമ്മൾ ടെസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ അത് ഹൈജീൻ അല്ലാത്ത ബോട്ടിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മൾ ആ ടെസ്റ്റില് അതിന്റെ റിസൾട്ട് വ്യത്യാസം കാണിക്കും. ചിലപ്പോ ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആ നമ്മൾ കൊടുക്കുന്ന കണ്ടെയ്നർ ഹൈജീൻ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻ കൂടി ടെസ്റ്റ് റിസൾട്ടിൽ കാണിക്കും. സോ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ എന്ത് ചെയ്യാം? റിജക്ഷൻ ആയി പോയേക്കാം. Then last point നോക്കാം. If laboratory reject any sample, it should be informed the patient, doctor and need for recollection. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇപ്പോ എന്തെങ്കിലും കേസസിൽ സാമ്പിൾ റിജക്റ്റഡ് ആയി നമുക്ക് പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യാറ്? പേഷ്യന്റിനെ അറിയിക്കുക, ഡോക്ടറെയും കൂടി അറിയിച്ചിട്ട് അത് റീകളക്ട് ചെയ്യുക, ഒന്നുകൂടി ഈ സാമ്പിള് അവരെ കൊണ്ട് എടുപ്പിക്കുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ സാമ്പിൾ അക്സെപ്റ്റൻസിലും റിജക്ഷൻസിലും വരുന്നത്. Then last one, laboratory records. Laboratory records നോക്കാം. All the released laboratory reports should be stored as per the national regulatory needs. നമ്മൾ പുറത്തിറക്കിയതായത് റിസൾട്ട് ആയിട്ടുള്ള എല്ലാ നമ്മുടെ ലബോറട്ടറി റിസൾട്ടുകളും എന്താണ് സൂക്ഷിക്കണം അല്ലെ? ലബോറട്ടറിയിൽ അത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നാഷണൽ റെഗുലേറ്ററി നീഡ്സിനായിട്ട് വേണം ഉപയോഗിക്കാനുള്ളത്. അതായത് വേറൊന്നുമല്ല, നമ്മളുടെ ടെസ്റ്റ് റിസൾട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് അല്ലെ? പക്ഷെ അല്ലാതെ മറ്റൊരു വ്യക്തി വന്നിട്ട് വേറൊരാളുടെ ടെസ്റ്റ് റിപ്പോർട്ടുകളും അല്ലെങ്കിൽ റിസൾട്ടുകളും ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കലും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ടോ അങ്ങനെ? വേറൊരാളുടെ അയാളുടെ അനുമാനം കൂടാതെ അല്ലെങ്കിൽ അങ്ങനെ കൂടുതലായും കൊടുക്കാറില്ല. മറ്റൊരാളെ വന്ന് ചോദിക്കുകയാണ് അല്ലെ? അപ്പൊ റിസൾട്ടുകളൊന്നും അവര് പബ്ലിഷ് ചെയ്യില്ല. സെക്കൻഡ് പോയിന്റ് നോക്കാം. The record can be kept as physical copies as instrument printouts, photocopies or electronically LIS or HIS. LIS എന്ന് വെച്ചാൽ എന്താ? ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവുമല്ലോ, അവിടുത്തെ ലബോറട്ടറിയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ വന്നെടുക്കുന്ന ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസിന്റെ ഒക്കെ കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു അവരുടെ സിസ്റ്റത്തിലും നമ്മളുടെ ഈ റിസൾട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുക, മീൻസ് അവിടെ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ HIS ലും ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എഴുതി ഉൾക്കൊള്ളുന്നത്. HIS ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, LIS ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം, HIS ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലും ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിലൊക്കെ സൂക്ഷിക്കാം. Then use of LIS laboratory information system, laboratory information management system enables a laboratory to track specimen from receipt, processing, testing and reporting to storage. അപ്പൊ നമ്മള് ഇങ്ങനെ മാതൃകകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോ ഇങ്ങനെയുള്ളൊരു നമ്മൾ ഓൾറെഡി LIS നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ളത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസീപ്റ്റ് എടുക്കാൻ പ്രോസസ്സിംഗും ടെസ്റ്റിംഗിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മള് ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ചെന്നു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു ടെസ്റ്റ് ചെയ്തു, ദെൻ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കഴിഞ്ഞ റിസൾട്ട് കയ്യിലുണ്ടാവും, പക്ഷെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കാം അല്ലെ? എങ്കിൽ പോലും ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ അത് സേഫ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് അവരെ കൊണ്ടൊന്ന് എടുപ്പിക്കാം, അതിന്റെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുപ്പിക്കാൻ സാധിക്കും. ഓക്കെ, 4 കാര്യങ്ങളാണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ പറഞ്ഞത്. സാമ്പിൾ ലേബലിംഗ്, റിക്വസിഷൻ ഫോം, അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസ്, ലബോറട്ടറി റെക്കോർഡ്സ്. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, 4 എണ്ണം. അടുത്ത ഭാഗത്തേക്ക് പോകാം, വായിച്ചു നോക്കിക്കോളൂ.
സ്പെസിമെനിന്റെ അവിടെ സാമ്പിൾ എഴുതിക്കോളൂട്ടോ ബ്രാക്കറ്റില്. ഇനി അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ എഴുതിയിട്ടോളൂ. സ്പെസിമെനിന്റെ അവിടെ സാമ്പിൾ എന്ന് കൊടുക്കാം കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവരും? സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. ഓക്കെ. റംല ഒന്ന് ലീവ് ചെയ്തിട്ട് നോക്കിയത് നോക്കിയോ? എല്ലാ എസും HIS ഇമ്പോർട്ടന്റ് ആണ്. അടയാളപ്പെടുത്തി വെക്കുക. HIS റിക്വസിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഏതൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന് പറയില്ലേ? നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞിപ്പോ HP നോക്കാനാണോ അല്ലെങ്കിൽ WBCയോ അല്ലെങ്കിൽ അലർജി ടെസ്റ്റോ ഒരു ലിസ്റ്റ് പോലെ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോ അതില് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡോക്ടേഴ്സ് ഇങ്ങനെ ടിക്ക് ചെയ്ത് തരും. ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ടിക്ക് മാർക്ക് ചെയ്ത് തരുന്നത്. ഇതിനെയാണ് ആ ഒരു ഫോമിനെയാണ് റിക്വസിഷൻ ഫോം എന്ന് വിളിക്കുന്നത് കേട്ടോ. മൂന്നാമത്തേണെങ്കിൽ സാമ്പിൾ അക്സെപ്റ്റൻസ്. അതായത് നമ്മള് അതിനകത്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പിൾ കൊടുക്കുമ്പോൾ നമ്മളെ യൂറിനോ ബ്ലഡോ ഒക്കെ സാമ്പിൾ കൊടുക്കുമല്ലോ. സാമ്പിൾ കൊടുക്കുമ്പോൾ അവർ സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് അത് മീൻസ് അതിന്റെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യും. കാരണം ഫിറ്റ്നസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂറിനൊക്കെയിടയിൽ കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ടാവും. അത്രയും അളവുണ്ടോ അല്ലെങ്കിൽ ആ കണ്ടെയ്നറിൽ ലീക്കേജ് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. രണ്ടാമത് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും റിജക്ഷൻസ് ഒക്കെ സംഭവിക്കാവുന്ന റിജക്ഷൻസ് പറഞ്ഞത് ഇതുപോലെ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് കുറെ ടാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റിങ്ങിന് പറ്റില്ല. ബ്ലഡ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ യൂറിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഒരു വൃത്തിയില്ലാത്ത ഒരു ബോട്ടിലൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ ടെസ്റ്റിങ്ങിൽ അതിന്റെ റിപ്പോർട്ടിലേക്ക് വ്യത്യാസം കാണിക്കും. കാരണം ഇൻഫെക്ഷൻസും മറ്റും കാണിക്കാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് റിജക്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും കാരണങ്ങൾ കൊണ്ട് അത് മീൻസ് അത് റിജക്റ്റ് ആയി പോവുകയാണെങ്കിൽ അത് പേഷ്യന്റിനെ ഒന്ന് ഇൻഫോം ചെയ്യണം. ഡോക്ടറെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് രണ്ടാമത് യൂറിനോ അല്ലെങ്കിൽ എന്താണ് സാമ്പിൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാമ്പിൾ വീണ്ടും അവരെ കൊണ്ടൊന്ന് എടുപ്പിക്കുക. എന്നിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചാലും റീകളക്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ യൂറിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ ആ കറക്റ്റ് അളവിൽ മാത്രം ചെയ്താൽ അത് പോസിബിൾ ആകുമല്ലോ. സോ അവരുടെ ഭാഗത്ത് നിന്നും അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും അത് നമ്മളോട് അത് ഇൻഫോം ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു അപ്പൊ അത് രണ്ടാമത് റീകളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും മാത്രമേ റിസൾട്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുള്ളൂ. റെക്കോർഡിൽ പറയണത് വേറെ ഒന്നുമില്ല. നമ്മള് റിസൾട്ട് വേറെ പുറത്തൊന്നും പബ്ലിഷ് ചെയ്ത് മറ്റൊരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആരുടെയും ഒരു റിസൾട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. ദെൻ നമ്മള് ഫിസിക്കൽ കോപ്പീസ് അതായത് ഓരോ ടെസ്റ്റ് റിസൾട്ടുകളുടെയും റിപ്പോർട്ടുകൾ ഒന്നില്ലെങ്കിൽ നമുക്കറിയാം ലബോറട്ടറിയിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ലബോറട്ടറിയിൽ വരുന്ന ആളുകളുടെ റിസൾട്ടുകളും എന്നാണ് ടെസ്റ്റ് ചെയ്തത് റിസൾട്ടും കാര്യങ്ങളും ഡേറ്റൊക്കെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഹോസ്പിറ്റൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിലും നമ്മളത് കളക്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലും നമ്മളുടെ റിസൾട്ടും കാര്യങ്ങളും സേവ് ചെയ്ത് വെക്കും. ലാസ്റ്റ് പറയുന്നത് ഇങ്ങനെ സേവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് പെട്ടെന്ന് എടുക്കാനും ഇതുപോലെ വീണ്ടും ഒരു ടെസ്റ്റിംഗ് വരെയൊക്കെ നമുക്കത് കഴിഞ്ഞ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്തെടുക്കാനും സാധിക്കുന്നു. ഫോണിൽ ഇപ്പൊ റിസൾട്ട് അയച്ചു തരാറുണ്ട്. ശരിയാണ്. ലാബുകളിൽ പ്രൈവറ്റ് ലാബുകളിലും ഇതെല്ലാം റിസൾട്ട് അയച്ചു തരാറുണ്ട്.
ഫസ്റ്റിലേക്ക് ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് റിസൾട്ടിന്റെ കയ്യില് ആ ഒരു പേപ്പർ അല്ലെ, ഒരു ഷീറ്റില് നമുക്ക് തരുന്നത് റിസൾട്ടിന്റെ, അത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അത് സേഫ് ആയിരിക്കും. പക്ഷെ ഇന്ന് ആധുനികമായിട്ടുള്ള എല്ലാ ടെക്നിക്കൽ പരമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയാലും നമ്മളിപ്പോ എന്തൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ കോപ്പി അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ ഫോണിൽ ഇത് കിടക്കുമല്ലോ, ഒരു സിസ്റ്റം പോലെ തന്നെയാണല്ലോ ഫോൺ എന്ന് പറയുന്നത്. ആണോ? നമ്മള് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ഒന്ന് ഇപ്പൊ നിങ്ങള് എല്ലാ ആപ്ലിക്കേഷൻ ഫോമോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു നമ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യും ഫോട്ടോ എടുത്താണ് വെക്കുന്നത് അല്ലെ. HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. എന്ത് പറ്റി അൻവർ? ബ്രേക്ക് ആവണുണ്ടോ? സൗണ്ട് ബ്രേക്ക് ആവണുണ്ടോ? ഓക്കെ, ടോട്ടലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. Then next നോക്കാം. Laboratory records include but are not limited to following. എന്തൊക്കെയാണ് ഒരു ലബോറട്ടറിയിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലബോറട്ടറിയിൽ കീപ്പ് ചെയ്യുന്നത്? ജസ്റ്റ് പേരുകളാണ്. പേരുകൾ മാത്രം ഒന്ന് വായിച്ചു പോവുക. അതിന്റെ ഡീറ്റെയിൽ മീൻസ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. എന്തൊക്കെയാണ് അവിടെ സൂക്ഷിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം. റിക്വസ്റ്റ് ഫോംസ്, നമ്മളത് ഈ പറഞ്ഞ റിക്വസ്റ്റ് ഫോമുകള്. റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്, കോപ്പീസും അതിന്റെ റിസൾട്ടിന്റെ കോപ്പികളും വെച്ചു. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്, ഇൻസ്ട്രുമെന്റിന്റെ ഓരോ പ്രിന്റ് ഔട്ട്സുകള്. ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്, ഓരോ ഡേ ടു ഡേയിലുള്ള ടെസ്റ്റുകളുടെയും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസിന്റെ ബുക്കുകൾ. ലബോറട്ടറി രജിസ്റ്റർ, ഓരോ ദിവസം വരുന്ന പേഷ്യന്റിന്റെ പേരും ഡേറ്റ് ഒക്കെ എഴുതുന്ന രജിസ്റ്റർ. കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. കാലിബ്രേഷൻ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഓരോ എക്യുപ്മെന്റ്സിന്റെ പ്രത്യേക എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ബുക്ക്. QC റെക്കോർഡ്സ്, ക്വാളിറ്റി മാനുവൽ. QC റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ, അതായത് ഇതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉൾപ്പെടുന്നത് കേട്ടോ. ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്, എന്തെങ്കിലും തിരുത്തലുകളോ പ്രവർത്തന റിപ്പോർട്ടുകളുടെ തിരുത്തലുകളോ മറ്റൊക്കെയാണ് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇൻസിഡന്റ് ബുക്ക് മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ ലബോറട്ടറിയിൽ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും സംഭവങ്ങളൊക്കെ അടങ്ങിയത്. സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്, ഓരോ സംഭവങ്ങള് മീൻസ് ഇൻസ്ട്രുമെന്റ്സ്, സിറിഞ്ച്, നീഡിൽസ്, അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവരുന്ന സപ്ലൈയുടെ റെക്കോർഡ്സ്. പേഴ്സണൽ റെക്കോർഡ്സ്, പേഴ്സണൽ റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്റ്റാഫ് ട്രെയിനിങ്ങുകളുടെ കാര്യങ്ങൾ ഉണ്ടാവും. കോമ്പിറ്റൻസി റെക്കോർഡ്സ്, വർക്കിന്റെ റെക്കോർഡ്സ് കോമ്പിറ്റൻസിയുടെ. ഹെൽത്ത് റെക്കോർഡ്സുകൾ. കംപ്ലൈന്റ്സ് ആൻഡ് ദെയർ റിസൊല്യൂഷൻ, കംപ്ലൈന്റുകൾ വന്നതും അതിന്റെ പരിഹാരങ്ങള്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോ അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സാമ്പിളൊക്കെ നമ്മൾ കൊടുത്തു, ലബോറട്ടറി സ്റ്റാഫിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയൊക്കെ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കംപ്ലൈന്റ്സും അതിന്റെ റീസൊല്യൂഷൻസും. ഇൻവെന്ററി, ഇൻവെന്ററി എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ പറയണമെങ്കിൽ ചരക്ക് പട്ടികകളൊക്കെ പറയും. അതായത് ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അവിടെ തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഇപ്പൊ സിറഞ്ചോ നീഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലെ, ടോട്ടൽ അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ ലിസ്റ്റ്. സേഫ്റ്റി മാനുവൽ, സേഫ്റ്റി മാനുവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് സുരക്ഷാ നിർദ്ദേശങ്ങളുടെ ഒരു മാനുവല്. ബഡ്ജറ്റ്സ്, SOP. SOP S എന്നുള്ളത് സ്മോൾ ലെറ്റർ എസ് ആണ് കേട്ടോ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സിസ്റ്റം എന്ന് വായിക്കും നമ്മള്. SOP എന്ന് മാത്രം നമുക്ക് ചോദിക്കാറുള്ള എക്സാമിന് ഇതുവരെ SOPS വെച്ച് ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. SOP നോക്കിയാൽ മതി. വർക്ക്ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്സ്. സർവൈലൻസ് റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എക്സാമിനേഷൻ റിപ്പോർട്ട്, നിരീക്ഷണ റിപ്പോർട്ട്, അതായത് ഓരോരുത്തരുടെ ഡീറ്റെയിൽ ടെസ്റ്റിന്റെ റിസൾട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഇതിനെയാണ് ഈ സർവൈലൻസ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ നിരീക്ഷണം, എക്സാമിനേഷൻ റിപ്പോർട്ട് എന്ന് വിളിക്കാം. ഇത്രയുമാണ് നമ്മൾ ഒരു ലബോറട്ടറിയിൽ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി, അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇല്ല. ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് അല്ലെ.
നമ്മൾ ഇത്രയും പഠിച്ചത് എന്താണ്? ലബോറട്ടറീസിലെ എക്യുപ്മെന്റ്സിനെ കുറിച്ച് പഠിച്ചു. സാമ്പിൾ എങ്ങനെയൊക്കെ കൊടുക്കാം അല്ലെ, എക്യുപ്മെന്റ്സിന് എന്തൊക്കെ സുരക്ഷകളും കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ പഠിച്ചു അല്ലെ. ഇന്ന് നമ്മൾ നോക്കേണ്ടത് ലബോറട്ടറിയിൽ സേഫ്റ്റി. എന്താണ് ലബോറട്ടറിയിൽ സുരക്ഷ എന്ന് പറയുന്നത്? ലബോറട്ടറിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? ലബോറട്ടറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടോ? മീൻസ് ലബോറട്ടറി അല്ലെങ്കിൽ ലബോറട്ടറി പഠിക്കുന്നതോ അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും ലബോറട്ടറി ഫീൽഡായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, ഓൾറെഡി ചെയ്തിരുന്നാണോ? നസീബ വർക്ക് ചെയ്തിരുന്നാണോ? ഓക്കെ, എന്തായിട്ടായിരുന്നു? MLT അങ്ങനെ എന്തെങ്കിലും പഠിച്ചതാണോ? MLT ആയിരുന്നു. ഓക്കെ, അപ്പൊ നസീബ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമല്ലോ അല്ലെ? എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? പേടിക്കണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ കേട്ടോ. മറന്നു പോയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോ തന്നെ പാവം മറന്നുപോയി. കുഴപ്പമില്ല കേട്ടോ, ചോദിച്ച് ടെൻഷൻ ആക്കണില്ല. ജസ്റ്റ് ഇപ്പൊ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വയം എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാലോ. ഇതുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമില്ല നസീബ, മറന്നു പോയി കാണും അല്ലെ, ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ ചിലപ്പോ. ഓക്കെ ഓക്കെ. അപ്പോ നമുക്കറിയാം ഒരു ലബോറട്ടറിയിൽ നമ്മൾ പറഞ്ഞു ഒത്തിരി എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്, കെമിക്കലുകളും മറ്റും യൂസ് ചെയ്യുന്നുണ്ട് അവിടെ അല്ലെ. അപ്പോ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം അല്ലെ, അപകടങ്ങളൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് സേഫ്റ്റി വേണം. ലബോറട്ടറിയിൽ സുരക്ഷ അത്യാവശ്യമാണ്. നോക്കാം. Persons who are working in laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. അല്ലെ, അപ്പോ ഈ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള കുറച്ച് അപകടങ്ങൾക്ക് വിധേയരാകാം. ഇത്തരത്തിലുള്ള അപകടങ്ങളാണ് ഫയർ ഡേഞ്ചർ വരാം, അല്ലെങ്കിൽ ഇതുപോലെ ഇൻഫെക്ഷൻസ്, കെമിക്കൽസ് ഉണ്ടാവാം, ഇലക്ട്രിക്കൽ ഷോക്കുകൾ വരാം. പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ് പ്രവർത്തിക്കുന്നതല്ലേ. സോ ഇലക്ട്രിക്കൽ ഷോക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജോ മറ്റു അപകടങ്ങള് വിധേയരാകാം. The environment is also risk of being contaminated by dangerous materials used and waste generated in the laboratory. നമ്മൾ പറഞ്ഞു ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഇത് അപകടകരം സംഭവിക്കും. അതുപോലെ തന്നെ എൻവയോൺമെന്റിന് ഇതൊരു റിസ്ക് ആണെന്ന് ഈ മലിനീകരണം അല്ലെ, അതായത് ലാബിൽ നിന്നുള്ള മാലിന്യങ്ങളും മറ്റ് വേസ്റ്റുകളും നമ്മളുടെ എൻവയോൺമെന്റിനെയും കൂടി ബാധിക്കുന്നു. Policies should define the use of sharp disposal of bio-waste, reagents, sharp and other waste involved in the laboratory according to the local and national regulations. ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻസിന്റെ നടപടിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ വേസ്റ്റ് മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഷാർപ്പ് ഡിസ്പോസൽ ഓഫ് ബയോ വേസ്റ്റ്, ഷാർപ്പ് വേസ്റ്റുകൾ, ഇതിനൊക്കെ നമ്മള് സ്പില്ലേജ് വേസ്റ്റിലൊക്കെ. പിന്നെ വേറെ ഒന്നും കേട്ടിട്ടില്ലേ? നമ്മളൊരു ടേബിളൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ ബാഗിൽ നിക്ഷേപിക്കേണ്ടത് യെല്ലോ കണ്ടെയ്നറിൽ ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സില്. ബയോമെഡിക്കലിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള്. ഷാർപ്പ് വേസ്റ്റ് എവിടെയാണ് ഡിസ്പോസൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ബയോ വേസ്റ്റുകൾ എങ്ങനെയാണ് അല്ലേ പറഞ്ഞത്. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ആർക്കും ഓർമ്മയില്ല? ഓക്കെ, ചെറിയ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ലോക്കൽ ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഏത് കളർ ബാഗിലാണ് നിക്ഷേപിക്കേണ്ടത്, അതുപോലെ തന്നെ എന്ത് ചെയ്യാനൊക്കെ നിക്ഷേപിക്കുക. It is necessary to train all personnel in standard precautions. അതുപോലെ തന്നെ ലാബിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ, അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ മുൻകരുതലുകൾ, പ്രിക്കോഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഈ ലാബിലെ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. Then safety in laboratories therefore include protection of both personnel and environment from dangerous materials. നമ്മള് ഒരു ലാബിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ പേഴ്സൺ, അതായത് സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും ഈ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഓക്കെ,
ഇത്രയുമാണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ സേഫ്റ്റി ഇൻ ലബോറട്ടറീസിൽ പറയുന്നത്. നമ്മളുടെ സ്റ്റാഫുകളെ, അതായത് നമ്മുടെ ഹ്യൂമൻസിനെ അത് അഫക്ട് ചെയ്യുന്നത് പോലെ തന്നെ എൻവയോൺമെന്റിനെയും അത് അഫക്ട് ചെയ്യുന്നു. സോ അവർക്ക് എന്ത് ചെയ്യാം, സ്റ്റാഫുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാനായിട്ടുള്ള ട്രെയിനിങ്ങും മറ്റും നൽകുക. ഓക്കെ, ക്ലിയർ ആയോ? ഒരു ജസ്റ്റ് അത് എന്താണെന്നുള്ളത് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മള് ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ആണ് പറയാൻ പോകുന്നത്. സുരക്ഷകൾ, ലാബിലത്തെ സുരക്ഷകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് നോക്കാം. ഓരോ പോയിന്റ് ആണ്. ഫസ്റ്റ് വൺ, all laboratory personnel should have knowledge of the laboratory safety policy and procedures and act in accordance with these at all times. അല്ലെ, അതായത് ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽ ലബോറട്ടറിയിൽ സേഫ്റ്റി പോളിസീസിനെ കുറിച്ചൊക്കെ, സുരക്ഷാ നടപടികളെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അപ്പോ ആ അറിവനുസരിച്ചിട്ടായിരിക്കണം എപ്പോഴും അവർക്ക് സ്റ്റാഫ് പ്രവർത്തിക്കേണ്ടത്. അതായത് എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ അവർക്ക് അറിവുണ്ടാകും. അതനുസരിച്ചിട്ട് വേണം പ്രവർത്തിപ്പിക്കുവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചേക്കാം. സെക്കൻഡ് വൺ, ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. ഇനി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പ്രിപ്പയർ ചെയ്യണം. മീൻസ് അതിനോടൊക്കെ കുറച്ച് മുൻകരുതലോട് കൂടി വേണം പെരുമാറാന്ന് വിചാരിച്ചുകൊണ്ട് അതിനുള്ളൊരു പ്രിപ്പയർ ചെയ്യുക. ദെൻ മൂന്നാമത്തേത് നോക്കാം. ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. അതായത് ഐ വാഷ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം എന്ന്. മീൻസ് കണ്ണൊക്കെ ഒന്ന് കഴുകാനും നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് കഴുകാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി. സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞാൽ എന്താ, തനിയെ സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കും അവിടെ. ഇപ്പോ സിങ്കോ അല്ലെങ്കിൽ സിങ്കിനോട് ചേർന്നിട്ടുള്ള ഒരു വാഷിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കുക. Then biohazard symbols should be used on all container equipment that contains biodangerous material. ഈ പോയിന്റ് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ബയോഹസാർഡ്സ് സിംബൽസ് എവിടെയാണ് എത്തുന്നത്? എന്താ ബയോഹസാർഡ്സ് സിംബൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് കളറിലുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ വെക്കാറുണ്ട് അല്ലെ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോ ശ്രദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? ബയോമെഡിക്കലിലാണ് കണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അതിനുള്ള സിംബൽസും കാര്യങ്ങളും, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അല്ലെങ്കിൽ പേപ്പർ വേസ്റ്റുകൾ, അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും അങ്ങനെയുള്ളത് നമ്മൾ സിംബൽസ് ഒക്കെ കൊടുക്കും. Laboratory personnel should be completely trained in managing fire and non-fire emergencies like large spillage, gas leakage, etc. ലബോറട്ടറിയിലെ പേഴ്സണൽ ഇപ്പൊ ഒരു ഫയർ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സ്പില്ലേജോ ഗ്യാസ് ലീക്കേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് എങ്ങനെയാണ് നമ്മൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രിക്കോഷൻസ് ആണ് ആ ടൈമിൽ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു ട്രെയിനിങ് ഈ പേഴ്സണൽസിന് നൽകണം. Then ample fire extinguisher should quickly available in the laboratory. തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോഴേ ഫയർ എക്സ്ക്യൂഷർ നമ്മൾ വെക്കുക അല്ലെ? ഹോസ്പിറ്റലുകളിലും ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മറ്റും എല്ലാ സ്ഥാപനങ്ങളിലും അത് വെക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? റെഡ് കളറില ഫയറിന്റെ മീൻസ് എന്തെങ്കിലും തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുള്ള അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സോ അതിനുള്ള ഫയർ എക്സിക്യൂഷൻസ് ഒക്കെ സ്ഥാപിക്കുക ലബോറട്ടറിയിൽ. Then accident, incident, injuries record of laboratory personnel should be kept and intimated to the designated authority. In case നമ്മുടെ ലബോറട്ടറിയിൽ വെച്ച് എന്തെങ്കിലും സ്റ്റാഫുകൾക്ക് ജീവനക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അവരെ പരിക്ക് പറ്റുകയോ ചെയ്യുകയാണെങ്കിൽ അത് റിപ്പോർട്ടിൽ എഴുതുകയും ചെയ്യണം. അതുപോലെ തന്നെ അതോറിറ്റിയോട് വിവരം അറിയിക്കുകയും ചെയ്യണം. ഇതിന്റെ ഒരു ടോപ്പിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ ഡയറക്ടറും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അവരോട് എന്ത് ചെയ്യുക, അത് ഇൻഫോം ചെയ്യുക. Then do not chew gum, drink, smoke or eat while working in the lab. Laboratory glassware should never be used as food or beverage containers. നമ്മൾ ലബോറട്ടറിയിൽ ആയിരിക്കുമ്പോൾ വർക്ക് ചെയ്തിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഗം ചെയ്യാൻ പാടില്ല, ഡ്രിങ്ക് ചെയ്യാൻ പാടില്ല, ഈറ്റ് ചെയ്യാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല. ലബോറട്ടറിയിലെ ഗ്ലാസ് വെയർ ഫുഡ് കഴിക്കാനോ മറ്റുമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്?
ഇൻഫെക്ഷൻസും മറ്റു കാര്യങ്ങൾ വരും. ഇപ്പോ ലബോറട്ടറി സ്റ്റാഫിന് അവര് ഈ നമ്മള് ടെസ്റ്റ് മീൻസ് അത് ടെസ്റ്റ് ചെയ്യുന്ന ആ ഏരിയയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിന് സെപ്പറേറ്റ് ഒരു ഫുഡ് കഴിക്കുന്ന റൂം ഉണ്ടാവും ഇല്ലേ? അപ്പൊ അവിടെ നിന്ന് മാത്രമേ നമ്മൾ ഫുഡൊക്കെ കഴിക്കുള്ളൂ. കാരണം ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇൻഫെക്ഷൻസും മറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ അവര് ഗ്ലൗസും മാസ്കും എല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മള് അറിയാം അല്ലെ സ്റ്റാഫുകൾ നിൽക്കുന്നത്. സെപ്പറേറ്റ് ഒരു റൂം അതിന് വേണ്ടിയിട്ടുണ്ടാകും. Then always put on suitable clothing, chemically resistant. Lab coats or aprons are suggested. അല്ലെ? നമ്മള് ലാബിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് അറിയാം ഒരു കോട്ട് അല്ലെ പോലത്തെ ഒരു വൈറ്റ് കോട്ട് ആയിരിക്കും അവരുടേത് അല്ലെ? കട്ടിയുള്ള കെമിക്കലി റെസിസ്റ്റന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോട്ട്സോ അല്ലെങ്കിൽ കോട്ടാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നിട്ടുള്ളത്. എപ്രോൺസ് ഒക്കെ സജസ്റ്റ് ധരിക്കണം. Then handle needles, syringes and other sharp with utmost care. അതായത് അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ആയിരിക്കണം നീഡിൽസും സിറിഞ്ചസും ഒക്കെ ഷാർപ്പ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഉപയോഗിക്കുവാൻ. Compressed gas cylinders should be secured to prevent them from being knocked over. അതായത് കംപ്രസ്ഡ് ഗ്യാസ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്യാസ് സിലിണ്ടർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ അല്ലാട്ടോ, അല്ലാതെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് ഈ നമ്മുടെ ഓക്സിജൻ സിലിണ്ടറും മറ്റും അങ്ങനെയുള്ള ഗ്യാസ് സിലിണ്ടർ ഒക്കെ തട്ടാതെയും മുട്ടാതെയും ഭയങ്കര കെയർഫുൾ ആയിട്ട് തന്നെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. സെക്യൂർഡ് ആയിട്ട് തന്നെ വെക്കാം. Then last one, in the case of a chemical splashing into your eyes or your skin, immediately flush the affected area with running water for at least 20 minutes. Eye wash facility. In case നമ്മൾ എന്തെങ്കിലും ലബോറട്ടറികളിൽ കെമിക്കല് നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് സ്കിന്നിൽ എവിടെയെങ്കിലും തെറിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് നല്ല രീതിയിൽ കണ്ണില് വെള്ളം ഒഴിച്ച് കഴുകണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇൻഫെക്ഷൻസും മറ്റും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി മെഷേഴ്സ്, നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. സേഫ്റ്റി ഇൻ ലബോറട്ടറി എളുപ്പമാണ്, വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എളുപ്പമല്ലേ? നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത പോയിന്റ്സ് ആണ്. ഓക്കെ, വായിച്ച് നോക്കിക്കോളൂ. Ninth point, സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ധരിക്കാവുന്ന. ലാബിൽ നിൽക്കുന്നവർ കോട്ടൊക്കെ ധരിച്ചിട്ടല്ലേ നിൽക്കുന്നത്. കെമിക്കൽസും മറ്റും ധരിക്കാതിരിക്കാനും അതിനെ റെസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ലാബ് കോട്ടുകൾ ധരിക്കുന്നത് അല്ലെ? കോട്ട് ഉണ്ടാവില്ലേ സ്റ്റാഫുകൾക്ക്?
എല്ലാ പോയിന്റ് വായിക്കണേ. സിക്സ്ത്തിലാണ് നമ്മൾ പറഞ്ഞത് ഫയർ എക്സിക്യൂഷൻ ഒക്കെ സ്ഥാപിക്കാൻ, തീപിടുത്തമൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഫയർ എക്സിക്യൂഷൻ ഒക്കെ സ്ഥാപിക്കാൻ പറഞ്ഞില്ലേ. അപ്രോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീട്ടില് കുക്ക് ചെയ്യുമ്പോ കിച്ചണില് കുക്ക് ചെയ്യുമ്പോ ഏപ്രിൽസ് എന്ന് പറയുന്നത് അതിന് അങ്ങനെയാണോ? അപ്രോൺസ് ഏപ്രിൽ എന്നൊക്കെ പറയാറുണ്ട്. കുക്ക് ചെയ്യുമ്പോ നമ്മളെ കിച്ചണിലൊക്കെ ആയിരിക്കുമ്പോ ഡ്രസ് അഴുക്കൊന്നും ആവാണ്ടിരിക്കാനായിട്ട് നമ്മള് ഏപ്രിലൊക്കെ ധരിക്കാറില്ലേ? കുക്ക് ചെയ്യുമ്പോ നമ്മൾ ഏപ്രിൽ എന്നാ പറയുന്നത്. അപ്രോൺസ് അതിനെ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് കോട്ടാണല്ലോ, ലാബിലൊക്കെ എപ്പോഴും കോട്ടല്ലേ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്താണ് സംഭവം മനസ്സിലായോ? കിച്ചൺ കോട്ട്. അതെ, കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കിച്ചൺ കോട്ട് അല്ലെങ്കിൽ ഏപ്രിൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതിനെ ഏപ്രിലിനോ അപ്രോണിനോ വിളിക്കാം. ഓക്കെ, വായിച്ചോ? ഓക്കെ, ഇപ്പൊ നമ്മള് ഇത്രയും ഭാഗം നിൽക്കുന്നുള്ളൂ. അടുത്തൊരു ക്ലാസ് നെക്സ്റ്റ് നാളത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആകും. അപ്പോ ഇവിടെ നമ്മൾ ഇന്ന് എടുത്തതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എക്യുപ്മെന്റ്സ് പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സുകളൊക്കെ ഒന്ന് വായിക്കാം. എങ്ങനെയാണ് എക്യുപ്മെന്റ്സ് ചെയ്യേണ്ടത്? പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ സാമ്പിൾ ലേബലിംഗിൽ ഇതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നത് നോക്കാം. റിക്വസിഷൻ ഫോം, ടെസ്റ്റിംഗ് ഫോം ഒക്കെ നമ്മൾ എന്താണെന്ന് അതിനുള്ളിലുള്ളതൊക്കെ ഒന്ന് വായിക്കാം കൃത്യമായിട്ടും കേട്ടോ. പിന്നെ നമ്മളിവിടെ LIS-ഉം HIS-ഉം പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് അത് രണ്ടും. അണ്ടർലൈൻ ചെയ്ത് മലയാളപ്പെടുത്തി വെക്കുക. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ലബോറട്ടറിയിൽ വരുന്ന റെക്കോർഡ്സുകൾ എന്തൊക്കെയാണെന്ന് പേരുകളൊന്ന് പഠിച്ചു വെക്കുക. പറ്റുന്ന പോലെ കൈമാറ്റം ചെയ്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കില്ല എന്തായാലും, പേരുകൾ മാത്രം നോക്കാം. ദെൻ നമ്മൾ ലബോറട്ടറിയിലെ സേഫ്റ്റി എന്തൊക്കെയാണെന്ന് പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ് എന്നൊക്കെ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 2 പേജും കൂടി വരുന്നുള്ളൂ. ഒന്ന് ഇന്ത്യൻ സയൻസും സിമ്പിൾസ് ഒക്കെയാണ്. സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഓരോ സിമ്പിൾസും എന്തിനെയാണ് അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം ഒന്ന് നോക്കി വെക്കാം. ചിലതൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പൊ ഹാർംഫുൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. സ്മോക്കിങ്ങിന്റെ ഒക്കെ അറിയാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ്, ഇൻഫ്ലേമബിൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. ഇതെല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട് അല്ലെ? ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഗ്ലൗസ് ധരിക്കാനും ഫുഡ് കഴിക്കുന്നതും അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ലാസ്റ്റ് ആണ് പറയുന്നത് ലാബ് മാനേജറിന്റെ ജോബ്സ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ കുറച്ച് ഡ്യൂട്ടീസും പറയുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ ഇനി അടുത്തൊരു ക്ലാസ്സിൽ. ഒരു അധികം ഒരു ക്ലാസ് ഫുൾ ആയിട്ട് നമുക്ക് വേണ്ടി വരില്ല. അപ്പോ നെക്സ്റ്റ് നാളത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എല്ലാവരും പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? അല്ലെങ്കിൽ ക്ലാസ് നാളത്തെ കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും കുറച്ചു പേരെങ്കിലും. ആണോ? പഠനം നടക്കട്ടെ, സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ ആ ദിവസങ്ങൾ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്ത്. അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിയാണല്ലേ? നാളെ മിസ്സിന്റെ ഒരു പേജും കൂടി കഴിയട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഒരാളല്ല കേട്ടോ, കുറച്ച് പേരുണ്ട്. നമുക്കറിയാലോ അതായിരിക്കും നമ്മുടെ മൈൻഡിൽ അല്ലെ? ഇടക്കിടക്ക് മൈൻഡ് പറയാറില്ലേ? ഓക്കെ, നമ്മുടെ മനസ്സ് വായിച്ച് പറയാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് സമയം കണ്ടെത്തി പഠിക്കാം. എല്ലാ പോർഷൻസിനും ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ചെങ്കിലും പഠിച്ചല്ലോ, കുഴപ്പമില്ല. ബാക്കി നമുക്ക് എന്താണ് ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് പോയിച്ചാൽ പഠിക്കാൻ പറ്റും. മോക്ക് ടെസ്റ്റ് പഠിച്ചോളൂ. കാരണം മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ടല്ലോ. വേറെ പുറത്തുനിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. എന്തായാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുള്ളൂ. പിന്നെ എന്താ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് കയ്യെടുത്ത് വെക്കാം.
എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ നിന്നുള്ള ഫുൾ ഫോമുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോ കിട്ടുന്ന ഫുൾ ഫോമുകൾ എന്ത് ചെയ്യുക, അപ്പൊ ഒന്ന് സ്ലൈഡിൽ കയ്യിൽ നോട്ട്ബുക്ക് വെക്കുക, നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി പോകാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഒന്ന് ക്യാച്ച് ചെയ്ത് ഈ എക്സാമിന് കയറുമ്പോൾ തൊട്ട് മുൻപ് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ആ ടൈമിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫുൾ ഫോമുകൾ മാത്രം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം. നമുക്ക് എന്തായാലും ഫുൾ ഫോമുകൾ എന്തായാലും ഷുവറാണല്ലോ ക്വസ്റ്റ്യൻസ്. അപ്പോ എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊക്കെ ഒന്ന് ഒടിച്ചിട്ടൊന്ന് നോക്കി പോവുക. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ നിങ്ങൾ എന്താ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എന്നിട്ട് ടൈം കിട്ടാറ് അല്ലെ? കുറച്ച് പേര് എഴുതിയിട്ടുണ്ട്. പ്രിന്റ് ഫുള്ള് വായിച്ച കൺഫ്യൂഷൻ ആവേണ്ട കാര്യം എന്താ, നമ്മള് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ക്ലാസ് കിട്ടുന്നില്ല നിങ്ങൾക്ക്. ഇനി അപ്പൊ ക്ലാസ് കിട്ടിയതിനു ശേഷം നമുക്കത് വായിക്കുമ്പോ ഞാൻ പറയാറില്ലേ, നമ്മളെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, കാരണം അത് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ബോക്സിലൊക്കെ എഴുതാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലെ? എക്സാമിന്റെ കാര്യം പേടിയൊന്നും വേണ്ട. എന്തിനാ പേടിക്കുന്നത്? സൗമ്യക്ക് ടെൻഷനാണോ എക്സാമിന്റെ കാര്യം ഓർത്തിട്ട്? ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. സൗമ്യ ടെൻഷനാണോ? സൗമ്യ പോയോ? ഇതുണ്ടോ? ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ടെൻഷനൊന്നും അടിക്കേണ്ട, കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോ ഫാത്തിമ, കുറെ പേര് ടെൻഷൻകാരുണ്ടല്ലേ, കുറച്ച് ടെൻഷൻ ഒന്നും വേണ്ട. ഇങ്ങനെ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് ഓർത്താണോ ടെൻഷൻ, അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്നതിന് ഓർത്താണോ? കുറെ ടെൻഷൻസ് ഉണ്ടല്ലോ. എന്തിനെ കുറിച്ചാണ് ടെൻഷൻസ്? എന്തിനെ കുറിച്ചാണ് ചോദിച്ചോളൂ. എല്ലാം ഉണ്ട്. ഓക്കെ, ഫ്രണ്ട് പുറത്തുണ്ട്. ടൈം, ഓക്കെ, ക്വസ്റ്റ്യൻസ് എങ്ങനെയാവുമെന്ന് ഓർത്ത് അത് അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വേറെ ജനറൽ ക്വസ്റ്റ്യൻസോ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല എന്തായാലും കേട്ടോ. ടൈം ഒന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് വായിക്കുക, അതിന്റെ ഓപ്ഷൻസ് ഒക്കെ നല്ലപോലെ വായിക്കുക. പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ച് ചാടിക്കേറി ഓപ്ഷൻ പോയിട്ട് ടിക്ക് ചെയ്യരുതും. അത് നന്നായിട്ടൊക്കെ വായിക്കാം. അതിന്റെ ഓപ്ഷൻ ഇതാണെന്ന് മനസ്സിരുത്തി നിങ്ങൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഭയങ്കര തിരക്ക് പിടിച്ചെഴുതുമ്പോഴാണ് നമുക്ക് ആകെ ടെൻഷനും എല്ലാം കൂടി ആവുന്നത്. മോക്ക് ടെസ്റ്റിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം കേട്ടോ, പ്രതീക്ഷിക്കാം. നമുക്ക് നമ്മുടെ ധൃതി കൂട്ടുമ്പോഴാണ് മിസ്റ്റേക്ക് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ അതിക്ക് മുമ്പ് എന്തായാലും എക്സാമിന് മുൻപ് ടീച്ചേഴ്സ് നിർദ്ദേശങ്ങളൊക്കെ തരും കേട്ടോ. നമുക്ക് ഓരോ എക്സാമുകളിലും ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ടൈമിനും കാര്യങ്ങളൊക്കെ തരും. മാക്സിമം എന്തായാലും ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ടൈം ഒക്കെ ഉണ്ടാകും കേട്ടോ. ഒരു പ്രാവശ്യം ടിക്ക് ചെയ്താൽ മാറ്റാൻ പറ്റില്ലായിരിക്കാം, കാരണം അങ്ങനെയാണല്ലോ നമ്മള് ഓപ്ഷൻ ടൈപ്പ് വരുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പോ നമുക്ക് POC ആയാലും നമുക്കത് പിന്നീട് തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും കേട്ടോ. അത് ഓർത്ത് വിഷമിക്കുണ്ടായാലും നമ്മൾ എക്സാം എഴുതുന്നതിന് മുൻപ് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് തരും കേട്ടോ. അതായത് ടീച്ചേഴ്സ് ഓരോ ക്ലാസ് റൂമിലും ഓരോ ടീച്ചേഴ്സ് ഉണ്ടാകും. അപ്പോ ആ ടീച്ചേഴ്സ് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ തരും കേട്ടോ. ഞാനുണ്ടാകും, ബാക്കി എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും നമ്മളുടെ കേട്ടോ. അപ്പൊ അവര് അതിനുള്ള ഇൻസ്ട്രക്ഷൻസും നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും തരും. അപ്പൊ അതൊന്നും ആരും വിഷമിക്കൊന്നും വേണ്ട. നന്നായിട്ട് പഠിക്കാനുള്ള ടൈമാണ് ഇപ്പോ. നല്ലപോലെ പഠിക്കാം. ഈ ഒരു 2 മൊഡ്യൂൾ ഇപ്പൊ പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് ലാസ്റ്റത്തേക്കല്ലേ ഉള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെ പഠിക്കണം. ഓക്കെ, പിന്നെ നാളത്തെ ഒരു ക്ലാസ്സോട് കൂടി മോക്ക് ടെസ്റ്റ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ. എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എക്സാമിന്റെ ടൈമിൽ വിശദമായിട്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അത് ഓർത്ത് ആരും ടെൻഷനൊന്നും ആവേണ്ട. ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. നമുക്കിത് നാളത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. ഡൗട്ട് ഒന്നും ഇല്ലാതെ ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എക്സാമിനെ കുറിച്ച് പേടിക്കണ്ട. ഫുൾ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ഹെൽപ്പും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഓക്കെ, ഫാർമസിന് നെക്സ്റ്റ് നിഷ മാമിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. നെക്സ്റ്റ് നിഷ മാമിന്റെ ഫാർമസി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇപ്പോ നെക്സ്റ്റ് ക്ലാസ് നിഷ മാമിന്റെ ആയിരിക്കും. ഓക്കെ, ആദ്യം ക്ലാസ് ഇല്ലാതെ തന്നെ പോകുന്ന കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് എന്റെ ക്ലാസ് ആണ് നാളെ എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഫാർമസി ചെയ്ത് കുറച്ചുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നെക്സ്റ്റ് നിഷ മാമിന്റെ ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.